ദില്ലി ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അവഹേളിച്ചതിൽ അറസ്റ്റ് ചെയ്ത സംഘപരിവാർ ആശയ പ്രചാരകൻ ടി.ജി. മോഹൻദാസിനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. ടി.ജി. മോഹൻദാസിനെതിരെ പ്രതിഷേധിച്ച് എസ്.എഫ്.ഐ. വർഗീയവാദികൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് എസ്.എഫ്.ഐ. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി നന്ദൻ പറഞ്ഞു. വിദ്യാർത്ഥികൾ നിരവധിയായിട്ടുള്ള സമരങ്ങൾ ചെയ്തു. ആ സമരത്തിൽ വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്നതിലേക്കുള്ള പ്രസ്താവനയാണ് ഇദ്ദേഹം ചെയ്തത്. വൈകിയാണെങ്കിലും കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് എസ്.എഫ്.ഐ. നൽകുകയാണ്. കാര്യം ഇങ്ങനെയുള്ള വർഗീയവാദികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ എത്തിച്ചത് ഇങ്ങനെയുള്ള ആളുകൾ എത്തിക്കണം. ബാക്കി നടപടികൾ എന്താണെന്ന് കോടതി തീരുമാനിക്കണം. തീർച്ചയായിട്ടും. കാര്യം ഇങ്ങനെയുള്ള വർഗീയവാദികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസിന് സ്വാഭാവികമായിട്ട് നമ്മൾ അഭിനന്ദിക്കണമല്ലോ. ഇനി ഇത്തരത്തിലുള്ള ആളുകൾ ഇനിയും കേരളത്തിനകത്തുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഈ പറഞ്ഞ പോലെ തന്നെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവും, പോലീസ് തയ്യാറാവും. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ വെടിവെക്കണമെന്ന് ആവശ്യപ്പെടുക. ഈ ജനാധിപത്യ നാടിനകത്ത് പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അങ്ങനെ പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികളെ വെടിവെക്കാൻ വേണ്ടി ഒരാൾ പറയുകയാണ്. ആ ആളെ പോട്ട് പൂജിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിനകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം. അതെ, അത് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധമായി എസ്.എഫ്.ഐ. വന്നത്. ഇനിയും ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമായി നമ്മൾ എല്ലാ കാലത്തും മുന്നിലുണ്ടാവും എന്നുള്ളതും കൂടെ മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കുകയാണ്. ദില്ലി ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ അസഭ്യവും അശ്ലീലവും വിളിച്ചു പറഞ്ഞ RSSന്റെ നേതാവ്, സംഘപരിവാർ നേതാവായിട്ടുള്ള ടി.ജി. മോഹൻദാസ് പോലീസ് കസ്റ്റഡിയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട എസ്.എഫ്.ഐയുടെ വലിയ പ്രതിഷേധം തിരുവനന്തപുരത്ത് നടന്നു. ഇത്തരം വർഗീയവാദികളെ കൃത്യമായി തന്നെ പോലീസ് നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എസ്.എഫ്.ഐയുടെ ആവശ്യം. നൗഫൽ ചേരുകയാണ്. നൗഫൽ, എന്താണ് എസ്.എഫ്.ഐയുടെ പ്രതിഷേധം? മറ്റു വിശദാംശങ്ങൾ. ഷമി, നമുക്കറിയാവുന്നതുപോലെ ഇന്നലെയാണ് ഈ പറയുന്ന ടി.ജി. മോഹൻദാസ് RSSന്റെ കൂടി സൈദ്ധാന്തികനായിട്ടുള്ള ഈ ടി.ജി. മോഹൻദാസിനെ നമുക്കറിയാം ഡൽഹിയിലെ ജന്തർ മന്ദറിലെ സമരത്തിനെ അങ്ങേയറ്റം അവഹേളിക്കുന്ന രീതിയിലുള്ള ആ പ്രസ്താവനകൾ, അതായത് കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ കൊല്ലണം എന്നുവരെയുള്ള ആഹ്വാനം നടത്തിയത്, വെടിവെക്കണം എന്നുവരെയുള്ള ആഹ്വാനം നടത്തിയത്, അതിനെതിരെയാണ് ഇത്രയും ദിവസം നീണ്ടതിന് ശേഷം വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇന്നലെയാണ് കേരള പോലീസ് ഒരു പരിശോധന നടത്തുകയും ഈ പറയുന്ന ടി.ജി. മോഹൻദാസിന്റെ മട്ടാഞ്ചേരിയിലുള്ള വീട്ടിലെത്തി പരിശോധന നടത്തുകയും പിന്നാലെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. നമുക്കറിയാം, ഇന്നലെ പാതിരാത്രി ഏതാണ്ട് 1:30 തിരുവനന്തപുരത്ത് പോലീസ് ട്രെയിനിങ് കോളേജിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ഉച്ചയോടുകൂടി തന്നെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് നമുക്ക് കാണാൻ നമ്മളുള്ളത്. വഞ്ചിയൂർ കോടതിക്ക് മുമ്പിലാണ്. ഈ കോടതിയിലേക്ക് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങോട്ടേക്ക് പോലീസ് കോടതിയിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ വലിയ പ്രതിഷേധം, നേരത്തെ പറഞ്ഞതുപോലെ എസ്.എഫ്.ഐയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ എസ്.എഫ്.ഐയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി വലിയ പ്രതിഷേധമാണ് അറിയിച്ചത്. പോലീസ് വാഹനം തടയുന്ന ഒരു സ്ഥിതി വരെയുണ്ടായി. ഇത്തരത്തിലുള്ള വർഗീയവാദികൾ ഇനിയും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. എല്ലാവരെയും ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യണം. പോലീസ് ഇത്രയും താമസിച്ചു, ഈ പറയുന്ന ഒരു കാര്യം കൂടി ഇത്രയും ദിവസം നീണ്ടതിന് ശേഷമാണ് ഒരു നടപടി എന്നോണം എടുത്തത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് അതിനെതിരെയാണ് എസ്.എഫ്.ഐ. പ്രതിഷേധം സംഘടിപ്പിച്ചത്. എന്തായാലും ഇപ്പോൾ കോടതിയിൽ കേസ് പരിഗണിക്കുകയാണ്. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. പക്ഷേ ജാമ്യാപേക്ഷയിലോട്ട് കടക്കുമോ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പോലീസ് എന്തായാലും ഇപ്പോൾ അകത്ത് കേസ് പരിശോധിക്കുകയാണ്. വകുപ്പുകൾ പ്രധാനപ്പെട്ട സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതുപോലെ തന്നെ കലാപാഹ്വാനം, മറ്റ് IT വകുപ്പുകൾ കൂടി ചേർത്തുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ സ്ത്രീകളെ വലിയ രീതിയിൽ അവഹേളിക്കുന്ന ഒരു പ്രസ്താവന, ആ സ്ത്രീകളെ അപമാനിക്കുന്നതിനെതിരെയുള്ള കേസ്, അതുപോലെ തന്നെ കലാപാഹ്വാനം, വെടിവെക്കണം എന്ന നമുക്ക് ആ പരസ്യ പ്രസ്താവനയിലൂടെ കണ്ടതാണ്. വെടിവെക്കണം എന്ന കലാപാഹ്വാനത്തിനെതിരെയുള്ള കേസ്, അതുപോലെ തന്നെ IT ആക്ട് പ്രകാരം ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അടക്കം ഈ വീഡിയോ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. IT ആക്ട് പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത്. ഈ വീഡിയോ അതിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് മെറ്റയ്ക്ക് കത്തും നൽകിയിട്ടുണ്ട്, മെറ്റയ്ക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ പറയുന്ന വീഡിയോ യൂട്യൂബിൽ നിന്ന് മാറ്റാനുള്ള അറിയിപ്പും നൽകിയിട്ടുണ്ട്. ഈ 3 അതുപോലെ തന്നെ മറ്റൊരു വകുപ്പ്, 4 വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും കോടതിയിൽ, വഞ്ചിയൂർ കോടതിയിൽ എത്തിച്ചു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇങ്ങോട്ടേക്ക് എത്തിക്കുമ്പോൾ നേരത്തെ നമ്മൾ കണ്ടതുപോലെ എസ്.എഫ്.ഐ. പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമുണ്ടാകുന്നു. ആ പ്രതിഷേധങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് പോലീസ് ഈ പറയുന്ന ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം, BJP നേതാക്കൾ, അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ടി.ജി. മോഹൻദാസിൻ്റെ പ്രസ്താവന വന്നപ്പോൾ ആദ്യം BJP നേതാക്കൾ ആ പ്രസ്താവനയെ എതിർത്ത് പറഞ്ഞിരുന്നുവെങ്കിലും ഇന്ന് രാവിലെ BJPയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ പറയുന്ന ടി.ജി. മോഹൻദാസിനെ സംരക്ഷിക്കും, ഈ അറസ്റ്റ് ഇരട്ടത്താപ്പാണ് എന്ന് പറഞ്ഞൊഴിയുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് അറസ്റ്റിനെ അപലപിച്ചുകൊണ്ട് ഇന്നലെ തന്നെ രംഗത്ത് വരുന്നു. നേരത്തെ ഈ പറയുന്ന പ്രസ്താവനയെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് ഉൾപ്പെടെ, ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ, AN രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് ആ പോലീസ്
പോലീസ് ട്രെയിനിങ് ക്യാമ്പിലെത്തി ഈ പറയുന്ന ടി ജി മോഹൻദാസിന് പരസ്യമായ പിന്തുണ മോഹൻദാസിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും BJPയുടെ വ്യക്തമായ പിന്തുണയോടുകൂടി തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ഈ കോടതിക്ക് അകത്തേക്ക് BJPയുടെ നേതാക്കളായിട്ടുള്ള പലരും കടന്നു പോയിട്ടുമുണ്ട്. അത്തരത്തിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണോ എന്താണ് അവസ്ഥയെന്ന് നമുക്ക് വരും നിമിഷങ്ങളിലായിരിക്കും അറിയുക. അത്തരത്തിൽ ഇവിടെ BJP പ്രവർത്തകർ എന്തായാലും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം ഈ ടി ജി മോഹൻദാസിൻ്റെ പ്രസ്താവന വരുമ്പോൾ അതിനെ അപലപിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഇല്ല എന്ന് പറയുകയും പിന്നാലെ ഈ പറയുന്ന അറസ്റ്റിലോട്ട് കാര്യങ്ങൾ എത്തുമ്പോൾ പരസ്യമായി തന്നെ ന്യായീകരിക്കുകയും സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്നതും BJP തന്നെയാണ് എന്നുള്ളതാണ് ഇക്കാര്യത്തിലുള്ള ഒരു ഇരട്ടത്താപ്പ് എന്ന് കൂടി നമുക്കറിയാം. വലിയ കലാപാഹ്വാനം, വലിയ വർഗീയ വിഷലിപ്തം വമിക്കുന്ന വാക്കുകൾ ഈ പറഞ്ഞിട്ടും ഇത്രയും ദിവസം വൈകിട്ടും പോലീസ് ഇന്നലെയാണ് മട്ടാഞ്ചേരിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് രാവിലെയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയതായാലും കോടതിയിൽ ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്നത്. കോടതി എന്തായാലും നിലവിൽ ഇപ്പോൾ കേസ് കോടതിയിലെ പരിഗണനയിലാണ്. കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കും കാര്യങ്ങൾ വ്യക്തത വരുന്നതായിരിക്കും. ഷമി, ടി ജി മോഹൻദാസിനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. നൗഫലാണ് വിശദാംശങ്ങൾ നൽകിയത്.